എങ്ങനെയാണ് ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ മലയാളികളാണോ കൂടുതൽ തരുന്നത്, അതോ സ്വദേശികളും തരുന്നുണ്ടോ, അതോ അപ്പോൾ ആ മലയാളികൾ മാത്രമാണോ? എല്ലാവരും ഉണ്ട്, മിക്സ്. മെയിൻലി നാട്ടുകാരുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്. ഓക്കെ, മെയിൻ കസ്റ്റമേഴ്സ് വളരെ ചുരുങ്ങി ഇതാണ്. കാരണം സാധാരണ ഇങ്ങനെ ഡ്രൈ ക്ലീനിങ് വളരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്നൊരു മേഖലയായിരുന്നു. അതിനെ ആധുനികവൽക്കരിച്ച് നഗരത്തിന് വേണ്ടുന്ന മുഖം നൽകിയത് താങ്കളാണെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഒരു അഭിമാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവാണ്. എറണാകുളത്തൊക്കെ ഉണ്ട്, പക്ഷേ ഈ ബാംഗ്ലൂർ പോലുള്ള ഒരു സ്വപ്ന നഗരിയിൽ ചേർന്ന ഒന്ന് നിങ്ങൾ മാത്രം നടത്തുന്നത് നിങ്ങൾക്ക് വളരെ അഭിമാനിക്കാം. എല്ലാവരും പേര് കൊടുക്കുന്ന ഡ്രൈ ക്ലീനിങ് എല്ലാ വാഷിംഗ് ഷോപ്പിന്, ലോണ്ടറി ഷോപ്പിന്. പക്ഷെ ഡ്രൈ ക്ലീൻ ശരിയായ ഡ്രൈ ക്ലീൻ മെഷീൻ ആരെടുത്തും ഇല്ല. അത് ഞാൻ ആദ്യം ഇമ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ. ഓക്കെ ഓക്കെ. എത്ര ഇപ്പം മൊത്തം ഈ 6 സെൻറ്ററിലൂടെ എത്ര ലേബർ ജോലിക്കാരുണ്ട്? ഓൾമോസ്റ്റ് ഒരു 85 ഇപ്പോൾ പ്രസന്റ് ഉണ്ട്. അതിന് കൂട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ. അതിനിപ്പോൾ കൂട്ടി വേണ്ടി വരും. ഔട്ട്ലെറ്റ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഫാക്ടറി എക്സ്പാൻഡ് ചെയ്യേണ്ട പരിപാടിയുണ്ട്. 24 hours വർക്ക് ഫാക്ടറിയാണ്. എനിക്ക് ഔട്ട്ലെറ്റ് മാത്രമല്ല, എനിക്ക് 5 star ഹോട്ടൽസ് ഉണ്ട് കുറേ, ഇയർലി കോൺട്രാക്ട്. 24 hours ഫാക്ടറി വർക്ക് ചെയ്യണം അവർക്ക്. അതാണ് മേജർ വർക്കാണ്. ഒരു 6 5 star ഹോട്ടൽസ് ഉണ്ട്. ഇത് തുടങ്ങിയതിന് ശേഷം ആരാണ് താങ്കൾക്ക് ഇതിൻ്റെ എല്ലാ വിജയത്തിനും പുറകിലും, അല്ലെങ്കിൽ നമ്മളെ ഒരു വിജയത്തിന് നമ്മളെ സഹായിച്ചവർ, അല്ലെങ്കിൽ നമുക്ക് നിമിത്തങ്ങളായവർ ഉണ്ടാവും, നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സഹായിച്ചവർ, നമ്മളോടൊപ്പം നിൽക്കുന്ന, അങ്ങനെ താങ്കൾക്ക് ആരാണ് ഉള്ള? ഇവിടെ തുടക്കത്തിലെ എൻ്റെ മാനേജറായിരുന്നു. അവര് സൗത്തിലാണ്, കൊല്ലത്ത് സജി, നിങ്ങൾ പരിചയപ്പെട്ട സജിയായിരുന്നു എനിക്ക് വളരെ ഹെൽപ്പുള്ള ഒരു മാനേജറായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇപ്പൊ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് മാർക്കറ്റിംഗ് ഉണ്ട് ഇവിടെ. എൻ്റെ സണ്ണിൻ്റെ ഒരാൾ ഗൾഫിലായിരുന്നു. MBA ഗ്രാജുവേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൽ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. അദ്ദേഹം 12 കൊല്ലമായിട്ട് അവിടെ നല്ല പോസ്റ്റിലെല്ലാം ഉണ്ടായത്. മാർക്കറ്റ് ഇവിടെ സ്റ്റഡി ചെയ്ത് പോകുമ്പോൾ ഇതിന് ഭയങ്കര സ്കോപ്പുള്ള ഒരു സ്കോപ്പും തോന്നി. പിന്നെ സ്വന്തം നാടുമല്ലേ ഇന്ത്യ. ഞാൻ ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണ്ടേ, അപ്പോൾ ഡിസ്കസ് ചെയ്ത് പുള്ളി വന്ന് 1-2 മാസം മാർക്കറ്റ് സ്റ്റഡി ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം, ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് നോക്കുക, എന്നെ കൊണ്ട് പറ്റൂല ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. പുള്ളി സ്റ്റഡി ചെയ്ത് പുള്ളി ഈസ് വില്ലിങ്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ വിജയത്തിലേക്ക് വരും നമുക്ക് വിശ്വസിക്കാം. ഷുവർ, എഡ്യൂക്കേറ്റഡ്, മാർക്കറ്റിംഗ് അറിയുന്ന ആള്, മറ്റ് ഇതെല്ലാം. കർണാടകയിലെ ബാംഗ്ലൂരിലെ ജനങ്ങളുടെ, ഇവിടുത്തെ മറ്റുള്ള അധികാരികളുടെ എല്ലാം എങ്ങനെയാണ് അവരുടെ സഹകരണം താങ്കളുടെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടുകൾ? തുടക്കത്തിലെ അവർ വളരെയധികം സഹകരിച്ച് അവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈവൻ ഹൈ ലെവൽ പൊളിറ്റീഷ്യൻസ് ആൻഡ് എവരിത്തിങ്. പിന്നെ സാധാരണക്കാരാണെങ്കിൽ കർണാടക വളരെ കാമൻ ക്വയറ്റ് ആൾക്കാരാണ്. ഇവരുടെ ലാംഗ്വേജ് അറിയാമല്ലോ? കുറേശ്ശെ എല്ലാം അറിയാം. കാരണം ഞങ്ങൾ കർണാടകക്കാരാ പണ്ട്. ചെറുവത്തൂർ വരെ മൈസൂർ സ്റ്റേറ്റ് ആയിരുന്നു കർണാടക, പിന്നെ അത് കേരള ആയതോ. ഞങ്ങൾക്ക് പഠിക്കുമ്പോഴേ സ്കൂള് 1ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇതുണ്ട്, കന്നഡമുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഭാഷയുടെ ഒരു പ്രശ്നമില്ല, അറിയാവുന്നത് നിങ്ങൾക്കൊരു കുറച്ചുകൂടി എളുപ്പമായി. ഭാഷയുടെ പ്രശ്നമില്ല. അല്ല, പലപ്പോഴും ഇവിടെ വന്നവർക്കും ഭാഷ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നു. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല. കാരണം നമുക്ക് അറിയേണ്ടത്, ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഏതാണ്ട് 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ മലയാളികൾ വസിക്കുന്ന ഒരു നാടാണ് ബാംഗ്ലൂർ. ഇവിടെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള മലയാളികളുടെ ഒരുപാട് സാംസ്കാരിക സാമൂഹിക സംഘടനകളുണ്ട്. ഇതിലെ പ്രവർത്തനങ്ങളിൽ സാഹിബ് എങ്ങനെയാണ് അതിനകത്ത് ഭാഗമാകുന്നത്? ഞങ്ങളിവിടെ ബാംഗ്ലൂർ ഈസ്റ്റ് കൾച്ചർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാനഗർ ഒരു കാര്യമായ ക്ലബുണ്ട്. ക്ലബിൽ മെമ്പർ ഞാൻ. പിന്നെ എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യും, അതെല്ലാം ചെയ്യും. മലയാളികളുമായിട്ടുള്ള അവരുടെ വളരെ ആവശ്യങ്ങൾക്ക് സഹായം. പിന്നെ ഞങ്ങളെ മുസ്ലിം അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ MMA മലബാർ മുസ്ലിം
പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാ, വളരെ സക്സസ് ആയിരുന്നു. നമ്മൾ കേരള മിനിസ്റ്റേഴ്സിലുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടെങ്കിലും മലയാളികൾ ഞങ്ങളെല്ലാം സഹകരിക്കുന്ന ഒരു ഇതവിടെയുണ്ട്. പുതുതായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ബാംഗ്ലൂർ ബിസിനസ് തുടങ്ങുന്ന പുത്തൻ കൂട്ടുകാരോട് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടാവും. താങ്കളുടെ അനുഭവത്തിൻ്റെ ആകെത്തുക അത് താങ്കൾക്ക് അതിന് കഴിയുള്ളൂ ഈ രംഗത്ത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പുതുതായിട്ട് വരുന്നവർക്ക് ബിസിനസ്സിന് സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് ഇത് ബാംഗ്ലൂർ. അതിൻ്റെ വിജയം ഏത് ബിസിനസ് ആണെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും. പിന്നെ അവരോട് പറയാനുള്ള ഉപദേശം എന്താണ്? അവരോട് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ഈ ബിസിനസ് ഏത് ബിസിനസ്സിലാണ് എടുത്ത് ചാടുന്നത് അവർ അതിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യണം. അതിൻ്റെ സ്കോപ്പ് എങ്ങനെയുണ്ട്, ലേബേഴ്സ് എന്തായിരിക്കും, ഏത് കാറ്റഗറി ഉള്ളത്, ഏത് ബിസിനസ് ചെയ്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലേബേഴ്സാണ്. അത് ഏത് ടൈപ്പായിരിക്കണം അത് ആദ്യം ഒന്ന് സ്റ്റഡി ചെയ്യണം. പെട്ടെന്ന് വന്ന് ഇതാക്കിയിട്ട് അങ്ങനെ പുതുതായിട്ട് നമ്മൾ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ഒന്നും അറിയാത്തവരെ സ്റ്റഡി ചെയ്യാതെ അതിൽ ഇറങ്ങാൻ പാടില്ല. സ്റ്റഡി ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുന്നു. പ്രിയപ്പെട്ട കേരള വിഷൻ പ്രേക്ഷകരെ, നിങ്ങൾ വിജയവീതിയിലെ അബൂബക്കർ സാഹിബിൻ്റെ വിജയഗാഥ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഇപ്പോൾ അബൂബക്കർ സാഹിബിൻ്റെ ബിസിനസ്സിൽ വലങ്കൈയായി പ്രവർത്തിക്കുന്ന ഓൾ ഇൻ ഓളായ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ ശ്രീ പി കെ ഫൈസലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് ഈ ബിസിനസ്സിൽ ഫൈസലിൻ്റെ സാന്നിധ്യവും വളരെ പ്രസക്തമാണ്. ഹലോ മിസ്റ്റർ ഫൈസൽ. ഹലോ, ഞാൻ ഹനീഫ. ഫൈസൽ, എങ്ങനെയുണ്ട് ബിസിനസ്? ബിസിനസ് വെരി ഗുഡ്, നന്നായിട്ട് പോകുന്നുണ്ട്, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് താങ്ക്സ് ടു മിസ്റ്റർ അബൂബക്കർ സാഹിബ്. ആ ബേസിക് ഫൗണ്ടേഷൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിരിക്കുന്നു. ഫണ്ടമെൻ്റലി എവറിത്തിങ് നന്നായിട്ട് പോയിരിക്കുന്നു. എൻ്റെ അബൂബക്കർ സാഹിബ് പറയുന്നത് കംപ്ലീറ്റ് ഇപ്പം നിങ്ങളാണ് എല്ലാത്തിനും, നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇത് വളരെ അതേ ഒരു നല്ലൊരു സഹകരണത്തോട് രണ്ടുപേരും കൂടി ഇതൊരു വൻ വിജയമാക്കി തീർത്തിരിക്കുന്നു. ഓൾറെഡി സക്സസ് 23 വർഷമുള്ള സ്ഥാപനമാണ്. ഓൾറെഡി ഇസ് ബിൻ സർവൈവിങ് ഫോർ 23 വർഷമായി. എൻ്റെ കയറാൻ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി കൂട്ടുക. അതായത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 6 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലോങ് ടേം മിഷൻ ബാംഗ്ലൂർ സിറ്റി തന്നെയാണോ? സിറ്റി തന്നെ, സിറ്റിയിൽ 6 ഔട്ട്ലെറ്റ് ഉണ്ട്. ഞങ്ങൾ ബിസിനസ് ഇപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഒന്ന് കമേഴ്ഷ്യൽ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ്, സെക്കൻഡ് റീറ്റെയിൽ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങളുടെ അടുത്തുള്ള 6 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിഷൻ ബൈ 2012 ഈസ് 25 ഔട്ട്ലെറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള കുറച്ചുള്ള മോഡേണൈസേഷൻ വേണം. അതായത് ബിസിനസ് പ്രോസസ്സ് മോഡേണൈസേഷൻ ചെയ്യണം. അതായത് കമ്പ്യൂട്ടറൈസേഷൻ അത് ഓൾറെഡി തുടങ്ങി. മുമ്പ് ഞങ്ങൾ ഗാർമെൻറ്റിൻ്റെ ടാഗൊക്കെ തുണിയുടെ പീസിലായിരുന്നു, അതിപ്പോൾ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡായി. അപ്പോൾ ഏത് ബിസിനസ് ആയാലും അത് സ്കെയിലബിലിറ്റി കൂടുമ്പോൾ അതിനുള്ള മോഡേണൈസേഷനും കമ്പ്യൂട്ടറൈസേഷനും ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് മാറ്റങ്ങൾ. അപ്പോൾ അതിൻ്റെ കൺട്രോളും വരണമെങ്കിൽ ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ 25 ഔട്ട്ലെറ്റ് ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ, കാരണം ഇത് ക്യാഷ് ബിസിനസ്സാണ്. അപ്പോൾ അതിനുള്ള ഓർഗനൈസേഷനും കൺട്രോളും ഫൈനാൻഷ്യൽ മാർക്കറ്റിംഗ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് എന്ന് പറയും, അത് ഗൾഫിൽ ഏറ്റവും വെരി ഫേമസ് റീറ്റെയിൽ ഗ്രൂപ്പാണ്. ലൂലു പോലെയുള്ള ഒരു ഫേമസ് ഇന്ത്യൻ ഗ്രൂപ്പാണ്. ദേ ആർ നോട്ട് ഫാഷൻ ഔട്ട്ലെറ്റ്സ്, ഹോം ഡെക്കോർ ഔട്ട്ലെറ്റ്സ്, അതിൻ്റെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ.